ഹലോ ഗൈസ് ഞാൻ പുതിയ ചെറിയൊരു എൻ്റെ വലിയ ബുദ്ധിയൊന്നുമല്ല, എന്നാലും ചെറിയൊരു കണ്ടൻറ്റ് എനിക്ക് കിട്ടി ആലോചിച്ചപ്പോൾ. അപ്പോൾ ഞാനതൊന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേ. അതായത് എനിക്കിങ്ങനെ പാട്ടുകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടാനൊന്നും അങ്ങനെ അറിയില്ല, പക്ഷെ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ അതിലെ വരികൾ ഭയങ്കരമായിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കും, നല്ല ഇഷ്ടമാണ്. അതായത് അതിൻ്റെ ഓരോ അർത്ഥം മനസ്സിലാക്കി നമ്മളിങ്ങനെ പാട്ട് കേൾക്കാമെന്ന് പറയില്ലേ, അങ്ങനെ നല്ല ഇഷ്ടമാണ്. നമ്മുടെ സ്റ്റാർ സിംഗറൊക്കെ കാണുമ്പോൾ അങ്ങനെ പാട്ട് വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നും, അതിലെ ഓരോ വരിയെക്കുറിച്ചും അല്ലെങ്കിൽ അതിലെ കഥകളെക്കുറിച്ചൊക്കെ. അപ്പോൾ അതുപോലെ ചെറിയ കഥ പോലെ ഞാനൊന്നും ഇവിടെ അങ്ങനെ ഷെയർ ചെയ്യാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ അതുപോലെ കമൻറ്റ് ഇടാമല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലിങ്ങനെ ഓർത്ത് വയ്ക്കുന്ന കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. മോളുണ്ട് കേട്ടോ ഇവിടെ, അതാണ്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഇന്നിപ്പോൾ ആദ്യത്തെ പാട്ട് പറയുമ്പോൾ നമ്മൾ കണ്ണൻ്റെ പാട്ടായിട്ട് തുടങ്ങാം. ഇന്നിപ്പോൾ 1-ാം തീയതി കർക്കിടകം 1 അല്ലേ, നമുക്ക് അങ്ങനെ തുടങ്ങാം. അപ്പോൾ ഇത് ഏതാണെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിലാണ് ജോൺസൺ മാഷ് മ്യൂസിക് ഡയറക്റ്റ് ചെയ്ത കൈതപ്രം തിരുമേനിയാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ഞാനും കൈതപ്രം തിരുമേനിയുടെ വരികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഇഷ്ടമാണ് കേൾക്കാൻ. അപ്പോൾ ഇത് ഏതാ പാട്ട്? ദാസേട്ടനാണ് പാടിയിരിക്കുന്നത്. പാടാനറിയില്ല, 2 വരി ഞാൻ പാടാം. എന്തേ കണ്ണനു കറുപ്പു നിറം, എന്തേ കണ്ണനിത്ര കറുപ്പു നിറം, കാളിന്തിയിൽ കുളിച്ചതിനാലോ, കാളിയനെ കൊന്നതിനാലോ, ശ്യാമരാധി ചൊല്ലു നിൻ ചുടു ചുംബനമേറ്റതിനാലോ. അപ്പോൾ ഇങ്ങനെയാണ് അതിലെ വരികൾ വരുന്നത്. വരികളെക്കുറിച്ച് പറയാന്ന് വെച്ചാൽ എല്ലാം പറയേണ്ടി വരും. ഫുള്ള് വരി അങ്ങനെയാണ്. ഇതിലെ രണ്ടാമത്തെ ഒരു പോർഷൻ്റെ രാധയപ്പോൾ മറുപടിയോതി ഗോവർദ്ധനം പണ്ട് തൃക്കൈയിലേന്തുമ്പോൾ കരിമുകിൽ പുണർന്നുവെന്ന്. ഇതിലെ വരികൾ നമ്മൾ പണ്ട് കേട്ട കുറേ കഥകളാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഒരു രസമാണ്, നമുക്കത് ലയിച്ചിരിക്കാൻ തോന്നും. അപ്പോൾ കുറേ കഥകൾ. എനിക്ക് ഈ പാട്ട് എന്താണെന്നറിയില്ല, എപ്പോഴും ഞാനിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ഇതിൽ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാണല്ലോ, അപ്പോൾ നമ്മൾ വരികളൊന്നും തെറ്റരുതല്ലോ എന്ന് വെച്ചാൽ എനിക്കറിയാം വരി, പക്ഷെ ഞാനപ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ പറ്റുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിലിടാം കേട്ടോ. അതിൽ മൊത്തം വരികളും തെറ്റാണ്, പക്ഷെ